بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم تابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم عين سين قاف كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. له ما في السماوات وما في الأرض وهو العلي العظيم. تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن. إن الله هو الغفور الرحيم. والذين الله حفيظ عليهم وما أنت عليهم بوكيل. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. الحمد لله ذي الآلاء والنعم والفضل والجود والإحسان والكرم. منزه الفعل عن عيب وعن عبث، مقدس الملك عن عزل وعن عدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവ്വാദരണീയരായ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന ഷെയ്ഖുന ഉസ്താദ് അവർകൾ, മറ്റു ഉസ്താദുമാരെ, നേതാക്കളെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറ, അതാണ് നാം ഈ വർഷം ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുത്ത സൂറത്ത്. ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഈ സൂറത്തിലെ ഓരോ ദിവസത്തെയും ചർച്ച നാം എല്ലാവരും പ്രത്യേകം ഇരുന്ന് പഠിക്കുകയും ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യേണ്ട വിധത്തിൽ വളരെ കൂടുതൽ കാലികവും
അതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസ കർമ്മ രംഗങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതുമാണ്. ഏറ്റവും അധികം ഈ അധ്യായത്തിൽ അല്ലാഹു തആല നമ്മുടെ വിശ്വാസത്തെയും കർമ്മത്തെയും ശുദ്ധീകരിക്കുന്ന വിധമുള്ള വ്യത്യസ്ത വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇന്നിവിടെ ഓതി വെച്ച 6 സൂക്തങ്ങൾ ഹ്രസ്വമായി വിവരിച്ച് നമ്മൾ ഇന്ന് തൽക്കാലം നിർത്തി ഇൻഷാ അല്ലാഹ് നാളെ സാധാരണ പോലെ നേരത്തെ തന്നെ ആരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ, പ്രത്യേകിച്ച് ഇന്നലെയും ഇന്നും മരണപ്പെട്ട ആ 2 സഹോദരങ്ങൾ, ആ ഉമ്മയും ഇന്ന് മരണപ്പെട്ട ഉപ്പയും മറ്റുള്ള മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മുതബറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിലും കൂട്ടുകുടുംബാദികളിലും സുഹൃത്തുക്കളിലും സ്നേഹികളിലും ശാരീരിക മാനസിക അവശതകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എളുപ്പത്തിൽ മോചനവും സലാമത്തും നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാല ലക്ഷ്യങ്ങളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന വന്യരായ ശൈഖുനാ ഉസ്താദ് അവർകൾ, നമ്മുടെ മറ്റു ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, നേതാക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. നാമകമായി പ്രാർത്ഥിക്കും. ഹാമീൻ എന്ന് തുടങ്ങുന്ന സൂക്തങ്ങൾ ഖുർആനിൽ അങ്ങനെ തുടങ്ങിയ അധ്യായങ്ങൾ 7 എണ്ണമുണ്ട്. അതിലൊന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് നാം ചർച്ച ചെയ്തിരുന്നു, സൂറത്തുൽ ദുഖാൻ. അതിന്റെ തുടക്കം ഹാമീം എന്നാണ്. ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്തുകളൊക്കെ ഒരു ഭാഗത്ത് 7 എണ്ണവും വരിവരിയായിട്ടാണ് വരുന്നത്. അതിൽ സൂറത്ത് ശൂറ മാത്രമാണ് ഇങ്ങനെ 2 ആയത്തുകളിലായിട്ട് ഹാമീം ഐൻ സീൻ ഖാഫ് എന്ന് പറയുന്ന 2 ആയത്തുകൾ ഈ വിധത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ചത് ഒരു സൂറത്ത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഹാമീം എന്ന് മാത്രമേ ഉള്ളൂ. സൂറത്ത് ഗാഫിർ, ചിലപ്പോൾ സൂറത്തുൽ മുഅ്മിൻ എന്നും പറയും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ സൂറത്തുൽ അഹ്ഖാഫ് വരെ എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത് ഹാമീം കൊണ്ടാണ്. ദിനേന നാം ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ ദുഖാൻ ഹാമീം, സൂറത്തു ഫുസ്സിലത്ത് അതിന്റെ തുടക്കവും ഹാമീം എന്നാണ്. ഹാമീം ഐൻ സീൻ ഖാഫ് എന്താണ് ആ 2 സൂക്തങ്ങളുടെ അർത്ഥം? അതങ്ങനെയാണ് ഓതേണ്ടത്. ഹാമീം എന്നല്ല, ഹാമീം കാണുമ്പോ അങ്ങനെ വായിക്കാൻ പറ്റും. ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതോടൊപ്പം മദ്ദും അതുപോലെ തന്നെ ഇദ്ഗാമും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഉച്ചരിക്കും. ഐൻ സീൻ ഖാഫ് അങ്ങനെ. അപ്പോഴേക്ക് ഉസ്താദെ ശ്വാസം പോയി പോകരുത്. ഉള്ള കഴിവിന്റെ പരമാവധി, നമുക്കൊണ്ട് കഴിയുന്ന പരമാവധി, കൂടുതൽ കിട്ടണ്ട, എന്നാലും നമ്മളെ കൊണ്ടാവുന്ന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം എന്ന് പറയും. ഹദ്ദാദിന് ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. അതുപോലെ അലിഫ് ലാം മീം ഇങ്ങനെയെങ്കിലും ഹദ്ദാദിലൊരു അലിഫ് ലാം മീം തുടക്കത്തിൽ അതങ്ങനെ സർവ്വസാധാരണമായിട്ട് ഓതുന്ന ഓത്താണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് ചെറിയൊരു ശ്രദ്ധ മതി, അറിയായിട്ടൊന്നല്ല, ഒരു ശ്രദ്ധക്കുറവുണ്ട്.
ശ്രദ്ധിച്ചാൽ അത് എത്ര നീട്ടാനും എത്രയെങ്കിലും നമ്മൾ നീട്ടണം. അങ്ങനെ തന്നെ ഓതി ശീലമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ഹാമീം ഐൻ സീൻ ഖാഫ് എന്നതിന്റെ വിവക്ഷ? ഇമാം മഹല്ലി തങ്ങളും അതുപോലെയുള്ള മഹാന്മാരൊക്കെ പഠിപ്പിച്ചതുപോലെ പറയാൻ ഏറ്റവും സുഖം അല്ലാഹു അഅലമു ബി മുറാദിഹി ബിദാലിക എന്നാണ്. അതിന്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിനാണ് അറിയുന്നത്. ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാലും നല്ലത് നമ്മൾ എത്ര വിശദീകരിച്ചാലും അത് പൂർണ്ണമാകൂല. അലിഫ് ലാം മീം എന്ന ആ ഒരു ആയത്തിന് 22 വ്യാഖ്യാനങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും മഹാനവർകൾ പറയുന്നത് അത് പൂർണ്ണമല്ല. അതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വഹാബിമാരുടെയും താബിഈങ്ങളുടെയും ഇൽമ് അവർ കൈമാറിത്തന്ന ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിശദീകരണങ്ങൾ. ഇത് ഈ സൂറത്തിന്റെ 2 ഇസ്മുകളാണ്, 2 പേരുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഹാമീം ഐൻ സീൻ ഖാഫ്. അല്ല, ചില മഹാന്മാര് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാമീം ഐൻ സീൻ ഖാഫ് എന്നതിലൂടെ അള്ളാഹുവിന്റെ സഹനവും അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഉയർച്ചയും അള്ളാഹുവിന്റെ കഴിവും ഖുദ്റത്തും എല്ലാം പഠിപ്പിക്കുകയാണ്. അതെല്ലാം സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് യഥാവിധി വിശ്വസിച്ച മനുഷ്യനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഹാമീം ഐൻ സീൻ ഖാഫ് എന്ന് പറയുന്ന ഈ 5 അക്ഷരങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാമീം അവിടുത്തെ ഹൗദിനെ കുറിച്ചാണ്. ഹൗദുൽ മൗറൂദ്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അതിൽ നിന്ന് കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മീം മുൽക്കുൽ മംദൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധികാരത്തിന്റെ സൗന്ദര്യം, തങ്ങൾ അന്ന് പറഞ്ഞു വിട്ട വിഷയങ്ങൾ ഇന്നും യഥാവിധി സ്വീകരിച്ചുകൊണ്ട് ആളുകൾ കൊണ്ടു നടക്കുന്നത്. ഐൻ എന്നത് ഇസ്ദുൽ മൗജൂദ്, ഇന്നും നിലനിൽക്കുന്ന അവിടുത്തെ ആത്മാഭിമാനം. സീൻ എന്നത് അവിടുത്തെ പ്രഭ, സനാഹുൽ മഷ്ഹൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം. ഖാഫ് ഖിയാമുഹു ഫിൽ മഖാമിൽ മഹ്മൂദ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സ്തുതിക്കുന്ന ഒരു ഘട്ടമാണ്. മഖാമുൽ മഹ്മൂദ് എന്ന ഉന്നതമായ സ്ഥാനത്ത് തങ്ങൾ കയറി നിൽക്കുന്ന ഒരു സന്ദർഭം. റഹ്മാനായ റബ്ബിലേക്ക് ഏറ്റവും സാമീപ്യം പുലർത്തി നിൽക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടിമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റാർക്കും നൽകപ്പെടാത്ത ആ സ്ഥാനത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അതല്ല, ഇമാം ഖുശൈരി തങ്ങൾ പറഞ്ഞു, ഈ ആയത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ മുഖത്തൊരു വല്ലാത്ത വിഷമാവസ്ഥ സഹാബത്ത് ദർശിച്ചു. ഹമീം ഐൻ സീൻ ഖാഫ് എന്നീ 2 ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, എന്താ നബിയെ വിഷമം? തങ്ങൾ പറഞ്ഞു, ഉഖ്ബിർതു ബിബലായ തുൻസലു ബി ഉമ്മതി, എന്റെ ഉമ്മത്തിൽ ഇറക്കപ്പെടുന്ന ചില പരീക്ഷണങ്ങളെ പറ്റി അള്ളാഹു എന്നോട് വിവരം തന്നു, എനിക്ക് വിവരമറിയിച്ചു. മിൻ ഖസ്ബിൻ വഖദ്ഫിൻ, സമൂഹത്തിൽ ഭൂമി വിഴുങ്ങുന്ന സ്വഭാവവും കൽമഴ വർഷിക്കുന്ന സ്വഭാവവും അതുപോലെ പലയിടങ്ങളിലും പടർന്നു പിടിക്കുന്ന അഗ്നിയും വരീഹും തുഖ്ദിഫുഹും ഫിൽ ബഹർ, ഇവിടുന്ന് പൊക്കിയെടുത്തു കൊണ്ടുപോയി അവരെ കടലിൽ വലിച്ചെറിയുന്ന വലിയ കാറ്റും, ഇങ്ങനെ തുടങ്ങി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആഗമനവും ദജ്ജാലിന്റെ വരവിനോടും ചേർന്ന് തുടരെ വരുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇത് അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നത് ഈ 2 ആയത്തുകളിലൂടെയാണ്. ഹമീം ഐൻ സീൻ ഖാഫ്.
ഇതൊക്കെ പറഞ്ഞിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാലും ഫൽ ഔല, ഏറ്റവും നല്ലത് അതിന്റെ യഥാർത്ഥ അറിവ് അള്ളാഹുവിലേക്ക് വിടുക. നമ്മൾ എത്ര വിശദീകരിച്ചാലും അതിന് പരിധിയും പരിമിതിയുമുണ്ട്. كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم. അപ്രകാരം യൂഹി ഇലൈക, തങ്ങളിലേക്ക് വഹി നൽകും, വഇല الذين അല്ലാഹു വഹി നൽകും, വഹി അറിയിക്കും നബിമാരെ. ആ വഹി അവരുടെ സ്ഥാനത്തിന്റെ ബഹുമാനത്തെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഉമ്മമാരെ, സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ഓതുന്ന അൽക്കഫിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിശേഷണമാണ് അല്ലാഹു പറഞ്ഞത്. അത് മതി, ബാക്കിയെല്ലാ മഹത്വവും മനസ്സിലാക്കാൻ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈഹി. വേറെ ഒന്നും പറയാതെ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്. മിഥിലുക്കും, നിങ്ങളെപ്പോലെ, നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, നിങ്ങളെപ്പോലോത്താന്നല്ല. നിങ്ങളുടെ വർഗം മനുഷ്യവർഗമാണ്, എന്റെയും വർഗം അതാണ്. ജിന്നല്ല, മലക്കല്ല, മനുഷ്യൻ വർഗത്തിൽപ്പെട്ടതാണ് ഞാനും. യൂഹാ ഇലയ്യ, പക്ഷേ പോലെ എന്ന് പറയുമ്പോ എല്ലാ അർത്ഥത്തിലും തുല്യമാക്കരുത്, വ്യത്യാസമുണ്ട്. ഒന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടും. എന്നിലേക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങൾക്ക് വഹിയില്ലല്ലോ, അതുകൊണ്ട് മാറ്റപ്പെടുന്ന മലക്കിന്റെ ഭാഷ അതറിയണം. ഇവിടെ നിങ്ങൾ നോക്കും, മലക്കിന്റെ യഥാർത്ഥ ഭാഷ അറിയാനുള്ള കഴിവ്. മലക്ക് മനുഷ്യ ഭാഷയിൽ സംസാരിക്കും ഔലിയാക്കളോട്. മലക്കിന് മലക്കിൻ്റെതായ ഒരു ഭാഷയുണ്ട്, അത് അംബിയായിനെ വശമുള്ളൂ. ലോകത്ത് എത്ര വലിയ ഉയർച്ചയിലേക്ക് എത്തിയ ആൾക്കും മലക്കിൻ്റെതായ ഭാഷയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ മലക്കിൻ്റെതായ രൂപത്തിൽ കാണാനുള്ള കഴിവ് വേണം. അവരുടെ കാതിന് വ്യത്യാസമുണ്ട്, അവരുടെ കൽബിന് വ്യത്യാസമുണ്ട്, അവരുടെ ശരീരത്തിന് വ്യത്യാസമുണ്ട്, അവരുടെ സാന്നിധ്യത്തിന് വ്യത്യാസമുണ്ട്. ആ മലക്ക് വന്ന് വഹി ഓതിക്കൊടുക്കുമ്പോ സ്വഹാബത്ത് കാണാറുണ്ട്. എന്ത്? തങ്ങൾക്ക് വഹി വരുന്ന രംഗം. പക്ഷേ മലക്കുകൾ അവർ കാണാറില്ല, മലക്കിനവർ കാണുന്നില്ല. ചില അടയാളങ്ങളിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി എടുക്കാറുണ്ട്. ചിലരൊക്കെ പ്രത്യേകം വഹി വരുന്ന അവസരമുണ്ടാകുമ്പോ പറയണമെന്ന് പറയും, അതൊന്ന് കാണാനാണ്. അങ്ങനെ ആ രംഗത്ത് വന്ന് കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു വഹി അറിയിക്കുന്നത്, മുൻഗാമികളിലേക്കും അല്ലാഹു വഹി അറിയിക്കുന്നത് കദാലിക, അപ്രകാരം. അതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏത് നബിക്കും അല്ലാഹു കൊടുത്ത കിതാബിലൊക്കെ ഹമീം ഐൻ സീൻ ഖാഫ് എന്ന 2 ആയത്തുകളുണ്ട്. കദാലിക എന്നാണല്ലോ പറഞ്ഞത്, അപ്രകാരം. കദാലിക യുഹി, അപ്രകാരം വഹി അറിയിക്കുന്നത്. എപ്രകാരം? അതിന്റെ ഒരു വിവക്ഷ ഹമീം ഐൻ സീൻ ഖാഫ് എന്ന തൊട്ട് മുമ്പ് പറഞ്ഞപ്പോൾ അതെല്ലാ കിതാബിലും ഉണ്ട്. ഒരു പക്ഷെ അങ്ങനെയാണ്. പക്ഷെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാര് പറഞ്ഞു, അത് വളരെ വിദൂരമായ വ്യാഖ്യാനമാണ്. മഹാനവറുകൾ പറഞ്ഞു, എന്റെ അടുക്കൽ ഏറ്റവും ബലപ്പെട്ടത്. വേറെയും ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, കമാ ഉൻസില ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ തങ്ങൾക്ക് ഇറക്കി തന്നതുപോലെ, അവതരിപ്പിച്ചതുപോലെ, കദാലിക ഉൻസിലൽ കുതുബു വസ്സുഹുഫു അലൽ അംബിയാഇ ഖബലക, അവതരണത്തിൽ, അടിസ്ഥാന തത്വത്തിൽ ഖുർആനും ഏടുകളും കിതാബുകളും ഒന്നാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, പല വിഷയങ്ങളും ഒരുമിച്ച് കൂട്ടി കിതാബ് പോലെ. ഹമീം ഐൻ സീൻ ഖാഫ് എന്ന സൂറത്ത് അടങ്ങിയ ഈ കിതാബിലെ പോലെ, അഥവാ തൗഹീദിലും നീതിയിലും പരലോകം പഠിപ്പിക്കുന്നതിലും ദുനിയാവിന്റെ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നതിലും അള്ളാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിക്കുന്നതിലും പൂർവ്വഗ്രന്ഥങ്ങളും ഇതും ഒരുപോലെ തന്നെയാണ്. പൂർവ്വഗ്രന്ഥങ്ങളിലും ഇതിലുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരു ഉപോത്ബലകമായി തെളിവുദ്ധരിക്കുന്നത്,
വെള്ളിയാഴ്ചകളിലും മറ്റും നമ്മൾ ഓതാറുള്ള ദിനേന വിത്ർ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്തുൽ അഅല, അതിന്റെ അവസാനത്തെ 2 ആയത്തുകളാണ് ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസാ. ഈ ഖുർആനിൽ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏതാണ്? ആ വിഷയം قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. ഈ 4 ആയത്തുകളും പൂർവ്വകാലത്തുള്ള ഏടുകളിലുമുണ്ട്. സൂറത്ത് ഇബ്രാഹീമ മൂസ. ഈ വിഷയങ്ങൾ അഥവാ ഖുർആനിൽ അല്ലാഹു തആല ഈ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെ തൗഹീദും പരലോക ചിന്തയും ദുനിയാവിനോടുള്ള വിരക്തിയും ഒക്കെ പൂർവ്വഗ്രന്ഥങ്ങളിലും അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഹീ വരുന്ന രംഗം അത് വലിയ ഒരു സംഭവമാണ്. ആദ്യം തന്നെ അല്ലാഹു തആല നോക്ക്, നിങ്ങൾ ഈ സൂറത്തിൽ വഹയ്യ പറഞ്ഞത് അതിന്റെ അംബിയാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരെ മറ്റു മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത, വഹീന്റെ മലക്ക് വരണമെങ്കിൽ തന്നെ എത്ര വിശുദ്ധി വേണം? ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരണമെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ പരിസരവും എത്ര വിശുദ്ധമാകണം? വളരെ വിശുദ്ധി വേണം. ജിബ്രീൽ അലൈഹിസ്സലാം വരാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ വല്ലാത്ത കൊതിയായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ എന്തേ വരാതിരുന്നെന്ന് ചോദിച്ചപ്പോ 3 ശുദ്ധിയുടെ കുറവാണ്. ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ, മലക്കുകൾ ഇപ്പൊ വരിക എന്ന സർവ്വസാധാരണ അല്ല. ആ മലക്കുകൾ വരുന്നതിനൊരു വിശുദ്ധിയുണ്ട്. ആ വിശുദ്ധിയിലേക്ക് കുറവുണ്ടായാൽ അവരുടെ സഹവാസം മറ്റുപോകും. എന്തേ ജിബ്രീലേ നിങ്ങൾ വരാൻ താമസിച്ചത്? കുറെ ആയല്ലോ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എങ്ങനെ വരാനാണ്? തങ്ങളുടെ കൂടെ നഖം വെട്ടാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. നഖം വെട്ടാതിരിക്കുക വിശുദ്ധിയുടെ ഒരു കുറവാണ്. ഒറ്റ നഖവും വളർത്താൻ ഇസ്ലാം പെർമിറ്റ് തന്നിട്ടില്ല. നഖങ്ങൾ മുഴുവനും വെട്ടിക്കളയണം. ആരോഗ്യത്തിനും സ്വന്തത്തിനും മറ്റുള്ളവർക്കും നഖം വെട്ടലാണ് ഏറ്റവും വലുത്. വെട്ടാത്ത നഖം കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാളുടെ ശരീരത്തിലോ മറ്റോ ചോര ഒലിപ്പിച്ചാൽ വെട്ടാത്ത നഖമാണല്ലോ, അതിന് പകരം തിരിച്ച് അങ്ങോട്ടൊരു പിശാസുണ്ട്. കാരണം നഖമെന്ന് പറയുന്നതില് വിഷാംശമുണ്ട്, അതിൽ മാകുന്നതിനും അതിൽ പുലർത്തുന്നതിനും. അതുകൊണ്ടാണ് അത് കടിച്ചു തിന്നാൻ പറ്റൂല. ആ നഖം കൊണ്ട് ഒരു മൃഗത്തെയും മറുക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂർച്ചയുള്ള മുള അറുക്കാൻ പറ്റും, കത്തി തന്നെ വേണമെന്നില്ല. മൂർച്ചയുള്ള മുള അതിങ്ങനെ റെഡിയാക്കി ആ മുള കൊണ്ടറുത്താലും രക്തം ഒലിപ്പിക്കുന്നതൊക്കെ പറ്റും. നഖം പറ്റൂല. അതുപോലെ തന്നെ പല്ലും പറ്റൂല. നഖത്തിനല്ല മൂർച്ച, പക്ഷെ പറ്റൂല. നഖം വെട്ടാത്ത ആളുകൾ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വരാതിരുന്നത് എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നില്ല. ആയത്ത് ഒന്ന് അർത്ഥം വെക്കാനൊരു സമയം കിട്ടില്ല. കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും നജസ് തുടച്ച വസ്ത്രങ്ങൾ, മൂത്രച്ചു മറ്റൊക്കെ ഉണ്ടാവും, അത് അവിടെ കേന്ദ്രീകരിക്കരുത്. നമ്മൾ കിടക്കുന്ന റൂമ് അത് കഴിവിന്റെ പരമാവധി പിശാചിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം. നജസുള്ളയിടത്തേക്ക് കയറിപ്പറ്റാൻ അവൻ ആരെയും പെർമിറ്റ് വേണ്ട. അപ്പൊ നമ്മൾ ഇവിടെ കിടക്കുന്നു, കട്ടിലിന്റെ അടിയിൽ അങ്ങോട്ട് എണീറ്റ് പോകാനൊക്കെ ചെറിയൊരു മടിയൊക്കെ പോലെ. അപ്പൊ കട്ടിലിന്റെ അടിയിൽ ആ തട്ട് അതിൽ തുടച്ച തുണി കഷ്ണങ്ങൾ അത് പുറത്തേക്ക് വെക്കൂ. എവിടേക്കെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് വെക്കണം. ഈ കിടക്കുന്നിടത്ത് പിശാചിന്റെ ശല്യം കൊണ്ട് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. കിടക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. അതവിടെ ഇങ്ങനെ പെട്ടെന്ന് ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. മലക്കുകൾ ഹഫളത്തിന്റെ മലക്കുകളല്ല, റഹ്മത്തിന്റെ മലക്കുകൾ. അവര് വരുന്നതിന് നജസ് തടസ്സമാണ്, നീക്കണം. അതുകൊണ്ടാണ് മരിച്ച മനുഷ്യന്റെ സമീപത്ത് പരിസരങ്ങളിൽ നജസായ വല്ലതുമുണ്ടെങ്കിൽ പെട്ടെന്ന് വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. നമ്മളെക്കാൾ അധികം
ആ മുസ്ലിമായ മനുഷ്യന് നേരം പോക്കുന്ന, അവന് സന്തോഷം പകരുന്ന, അവനെ കാണുന്ന ഒരുപാട് മാലാഖമാര് തൊട്ടടുത്തുണ്ടാകും. റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്നവർ തന്നെ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ മുമ്പ് 500 മലക്കുകളാണ്. അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും ലാസ്റ്റ് എത്തുന്ന മലക്കാണ്. ഹുൽഖൂമിൽ നിന്ന് അവസാനത്തൊരു പിടുത്തം പിടിക്കാനാണ് അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ്. അതിനു മുമ്പ് വരുന്നതോ ദൂതന്മാരാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്, അല്ലദീന തതവഫാഹുൽ മലായിക. നല്ലവരാണ്, നല്ല ആളാണെങ്കിൽ യഖൂലൂന സലാമുൻ അലൈക്കും, മലക്കുകൾ വന്ന് സലാം പറയും, സന്തോഷം പറയും. അല്ലാഹു നല്ലവരിൽ നിന്ന് ഉൾപ്പെടുത്തട്ടെ. അല്ലാത്തവരാണെങ്കിൽ അവരോട് പ്രകോപനമായ രീതിയിൽ ഒരു ഭാഷയും ഉണ്ട്. മയപ്പെട്ട രീതിയിലല്ല അവരുടെ വർത്തമാനം. അതാ മനുഷ്യൻ കാണുന്നുണ്ട്. കാരണം ആ മനുഷ്യന്റെ ശരീരത്തിന് ഇതുവരെയുള്ള കഴിവിൽ നിന്ന് വ്യത്യസ്തമായ കഴിവാ കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ കണ്ണ് ചിമ്മുന്നത്. അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോ കണ്ണിങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. തങ്ങൾ വേഗം കണ്ണിങ്ങനെ മൂടിക്കൊടുത്തു. ഇന്നൽ ഇൻസാന ഇദാ ഖുബില തബിഅഹുൽ ബസർ. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പിടിക്കപ്പെട്ടു പോയാൽ പോകുന്ന ഭാഗത്തേക്ക് കണ്ണ് പിൻപറ്റും. അതുകൊണ്ട് നിങ്ങൾ വേഗം കണ്ണ് മൂടണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ അത് അമർന്നില്ല. ചൂടാറിക്കഴിഞ്ഞിട്ട് പിന്നെ എത്ര നമ്മൾ അമർത്തിയാലും അത് താഴോട്ട് പോകൂല, അതങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽപ്പെട്ട ഒന്നാണ് വിളർന്നു ഉടനെ ആയില്ലെങ്കിൽ പിന്നെ അത് പോകില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ കണ്ണ് തുടരുമെന്ന് പറഞ്ഞാൽ ഈ മേലുള്ള മേൽക്കൂര അപ്പുറം പോകും. മേൽക്കൂര അവിടെ തടസ്സമല്ല നോട്ടത്തിന്. വീടിന്റെ മേൽക്കൂരയും അപ്പുറത്തുള്ള മതിലും മതിൽ കെട്ടുകളും ഒന്നും തടസ്സമല്ല. 10 നിലയുള്ള ഹോസ്പിറ്റലാണെങ്കിലും മുകളിലേക്ക് പറന്നു പോകുന്ന ആത്മാവിനെ പിന്തുടർന്നു നോക്കും. എവിടേക്കാണോ അതെത്തുന്നത്? കാഴ്ചക്ക് ദൈർഘ്യം കൂടുകയാണ്, ശരീരത്തിന് സംവേദന ശേഷി വർദ്ധിക്കുകയാണ്. ഇരിക്കട്ടെ, മലക്കുകൾ വഹ്യ് കൊടുക്കാൻ വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം വലിയൊരു പ്രത്യേകതയാണ്. വഹ്യ് വരുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് തങ്ങൾക്ക് വഹ്യ് വരുന്നത്? സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ചിലപ്പോഴൊക്കെ അലാരം മുഴങ്ങുന്നത് പോലെ നല്ല ശബ്ദകോശത്തിലാണ് എനിക്ക് വഹ്യ് വരാറുള്ളത്. അതാണ് ഏറ്റവും കടുപ്പമേറിയ സാഹചര്യം. ആ ഒരവസ്ഥ എന്നിൽ നിന്ന് മാറിപ്പോകുമ്പോഴേക്ക് അത് പറഞ്ഞതൊക്കെ ഞാൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. സ്വൽസ്വലത്തുൽ ജറസ്. ചിലപ്പോഴൊക്കെ മലക്ക് വരും, മനുഷ്യരൂപത്തിൽ വന്നിട്ട് എന്നോട് സംസാരിക്കും. അപ്പോഴും പറയുന്നത് മുഴുവനും ഞാൻ ഹൃദിസ്ഥമാക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വഹ്യ് വരുന്ന ഒരു സമയം ഞാൻ നോക്കി നിന്നു. കടുത്ത തണുപ്പുള്ള ഒരു ദിവസം വഹ്യ് വരുന്നു. ആ വഹ്യ് തങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകുന്നു. അവിടുത്തെ നെറ്റിയിൽ നിന്ന് വിയർപ്പണങ്ങൾ ഉറ്റി വീഴുന്നു. അന്ന് നല്ല കടുത്ത തണുപ്പാണ്. എല്ലാവരും കൂടുതൽ പുതപ്പ് സ്വീകരിക്കുന്ന സമയം. പക്ഷേ ആ വഹ്യ് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പണങ്ങൾ ഇങ്ങനെ ഉറ്റി വീഴുന്നത് കാണുന്നു. അപ്പോൾ അത് സ്വീകരിക്കുന്ന ഒരവസ്ഥ നമ്മൾ സഹോദരന്മാരെ നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥയല്ലാതെ അംബിയാഇന് അല്ലാഹു നൽകുന്ന വലിയൊരവസ്ഥയാണ്. അല്ലാഹുവാണല്ലോ ഈ വഹ്യ് നൽകുന്നത്. യുഹീ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക അല്ലാഹുവാണ് ആ വഹ്യ് നൽകുന്നത്, ബോധനം നൽകുന്നത്. വേറെ ആരുമല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അല്ലാഹുവാണ്.
അതോ വഹി നൽകിയതിൽ ഏറ്റവും വിശുദ്ധമായ രീതിയിലുള്ള വഹി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. എന്തേ കാരണം? മറ്റു അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കിതാബുകളും ഏടുകളും ഇറക്കി കൊടുത്തതുപോലെ എന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ. റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങയുടെ കൽബിലേക്കാണ് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ഖുർആൻ ഇറക്കിയത്. അതും വിവിധ ഘട്ടങ്ങളിലായിട്ട്. തൗറ ഇറക്കിയത് അങ്ങനെയല്ല, ഇഞ്ചീൽ ഇറക്കിയതും അങ്ങനെയല്ല, സബൂർ ഇറക്കിയതും അങ്ങനെയല്ല. അപ്പൊ വഹയിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വഹി അതിപ്രധാനമായ വഹിയാണ്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. ആരാണ് ഈ വഹി ഇറക്കി കൊടുക്കുന്നത്? അള്ളാഹുവാണ്. പിന്നെ നിങ്ങൾ നോക്ക്, അള്ളാഹുവിനെ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. 5 വിശേഷണങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹുവിനെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി അൽ അസീസുൽ ഹകീം. അള്ളാഹു സുബ്ഹാനഹു വ തആല അസീസാണ്. റബ്ബ് തആല അസീസാണ്. എന്താണ് അസീസ് എന്ന വാക്കിന്റെ അർത്ഥം? ഇമാം റാസി റളിയല്ലാഹു വിശദീകരിച്ചു, മറ്റു പണ്ഡിതന്മാരും മുഴുവനും വിശദീകരിച്ചു. റബ്ബ് തആല അസീസ് എന്ന് പറഞ്ഞാൽ അവൻ പരമയോഗ്യനാണ്. ഇന്തിഖാമിഹി പ്രതിരോധിക്കുന്നതിൽ തടുക്കാൻ കഴിയാത്ത പ്രതിരോധം ലോകത്ത് അള്ളാഹുവിന് മാത്രമല്ലേ. അല്ലാഹു തആലയുടെ ഇജ്ജത്ത് എത്ര വലുതാണ്. റബ്ബ് തആല ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആർക്ക് തടുക്കാൻ പറ്റും? റബ്ബ് തആല പരീക്ഷണം തരാൻ തീരുമാനിച്ചാൽ ആർക്കത് വേണ്ടാന്ന് വെക്കാൻ പറ്റും? അൽ അസീസ് ഇന്തിഖാമിഹി പ്രതികാരമെടുക്കുന്നതിൽ അല്ലാഹു തആല യോഗ്യനാണ്. അൽ ഹകീം അല്ലാഹു യുക്തിമാനാണ്. രണ്ടാമത്തെ വിശേഷണം ഫി അഖ്വാലിഹി വ അഫ്ആലിഹി. എന്ത് പ്രവർത്തനങ്ങൾ അല്ലാഹു തആല നടത്തുന്നുണ്ടോ ഹിക്മത്തില്ലാത്തതില്ല. സമൂഹത്തിൽ മൊത്തം വ്യാപിക്കുന്ന ലോകം അല്ലാഹു തആല വരുമ്പോൾ അതിൽ ഹിക്മത്തുണ്ടോ? ഉണ്ട്. എന്താണ്? നമ്മളെ ഖൽബിന്റെ ഒരു പരിശോധനയാണ്. ആരാണ് നിരാശപ്പെടുന്നവർ? ആരാണ് ഉറച്ചു നിൽക്കുന്നവർ? ആരാണ് പരിധിയും പരിമിതികളൊക്കെ പാലിച്ചുകൊണ്ട് ആരാധന ഒഴിവാക്കാത്തവർ? ചാൻസ് പതുക്കെ കിട്ടുമ്പോഴേക്ക് ആരാണ് ഉൾവലിയുന്നവർ? ഇത് പരിശോധിക്കാനാണ്. ജുമാ നടത്തിക്കൂടി എന്ന് പറഞ്ഞു കുറെ ആൾക്കാർ പറഞ്ഞു, അത് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്തോ തെറ്റിപ്പോയതാണ്, സമയത്തില്ല. കാരണം കുറച്ച് കാലം ജുമാ നിസ്കരിക്കാൻ വരാന്നപ്പോ പിന്നെ അത് ശീലായിപ്പോയി. ഇത് പരിശോധിക്കാനാണ്. ജമാഅത്തിന് വരാത്തൊരു സന്ദർഭം, വരാൻ കഴിയാത്തൊരു സന്ദർഭം, ആ സന്ദർഭത്തിൽ നിന്ന് മാറിയിട്ട് വീട്ടിൽ അവരെത്തുമ്പോൾ കുടുംബവുമായിട്ട് എങ്ങനെ അതൊന്ന് പരിശോധിക്കാനാണ്. അല്ലേ? മുമ്പുണ്ടായിരുന്ന പത്രത്തിൽ റിപ്പോർട്ട്, ഹോസ്പിറ്റൽ കേസുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബ കേസുകൾ കൂടിയിട്ടുണ്ട്. കാരണം കുടുംബത്തിൽ കേന്ദ്രീകരിച്ചു പോയല്ലോ എല്ലാവരും. മറ്റേത് കുട്ടികൾ രാവിലെ ആകുമ്പോ മദ്രസയിലേക്കും പിന്നെ സ്കൂളിലേക്കൊക്കെ പോയി, അപ്പൊ ഉപ്പമാരുടെ ഭാഗത്തേക്ക് പിന്നെ ഒരു ചുരുങ്ങിയ 4 മണിക്കൂർ 5 മണിക്കൂറോ സമയമല്ലേ കേന്ദ്രീകരിക്കുന്നുള്ളൂ. ഇത് 24 മണിക്കൂർ അങ്ങനെ ആയപ്പോ ഹോസ്പിറ്റൽ കേസ് കുറവാണ്. പക്ഷെ കുടുംബ കേസുകള്, പ്രശ്നങ്ങള് വർദ്ധിച്ചു. റബ്ബിന്റെ ഒരു പരീക്ഷണമാണ്. നോക്കുകയാണ് അല്ലാഹു തആല എങ്ങനെയുണ്ട്. എന്നിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുന്നു, ഒരു 4-5 മാസത്തെ ഇടവേള നിന്റെ ജോലിക്ക് തന്നപ്പോഴേക്ക് നിന്റെ തനി നിറം മക്കൾ അറിഞ്ഞുപോയി, കുടുംബം അറിഞ്ഞുപോയി, അയൽക്കാരറിഞ്ഞുപോയി. നീ തിരുത്തണം, നന്നാകണം. അൽ ഹകീം. എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഹകീമാണ്. എല്ലാ വാക്കുകളിലും അല്ലാഹു ഹകീമാണ്. ഒരൊറ്റ ഖൗലും റബ്ബിന് ഹിക്മത്തില്ലാത്തതില്ല. ഏത് സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഹിക്മത്തുണ്ട്. അതുകൊണ്ടാണ് സൃഷ്ടിയെയും കുറവാക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ ഉസ്താദ്, നായൻ എന്തിനാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്? ഒരുപാട് പാഠങ്ങൾ നായനിൽ നമുക്ക് പഠിക്കാൻ. അല്ലേ? ഇമാം യാഫി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്, ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ട 10 സ്വഭാവങ്ങളുണ്ട് നായൻ. അതിന് ആവശ്യമുള്ള ആളുകൾ നമ്മൾ പഴയ സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണം നടത്തിയിട്ട് അങ്ങോട്ട് മറിച്ചു നോക്കിയാണ്. അതിലൊന്ന് ഞാൻ പറയട്ടെ, സാന്ദർഭികമായി എത്ര നമ്മൾ അതിന് ശകാരിച്ചാലും പണങ്ങൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
എത്ര ശകാശാൽ ഭക്ഷണം കൊടുക്കുന്ന, നമ്മളിങ്ങനെ പോറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തൂടെ പോകുന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു ജീവിയാണെങ്കിൽ, അല്ലെങ്കിൽ വേട്ടക്കോ കാവലിനോ പോറ്റുന്നതാണെങ്കിൽ, ആവശ്യത്തിന് പോറ്റാൻ ജീവിയാണെങ്കിൽ, അതെന്തോ എതിര് ചെയ്തപ്പോ നമ്മൾ രണ്ടടി കൊടുത്തു. അപ്പൊ അത് ഒച്ച വെച്ചിട്ട് പുറത്തു പോയി. ആ പുറത്തുപോയ ആ സ്പോട്ടിൽ നിന്ന് നമ്മളൊന്ന് കൈ കൊട്ടിയിട്ട് കുറച്ചിങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ എടുത്തിട്ട് ഒന്നിങ്ങനെ കാണിച്ചാൽ വാലും ചുരുട്ടി ഒന്ന് റെഡിയാക്കിയിട്ടാണ് അങ്ങനെ വരും. നമ്മളെ അടിക്കണ്ട ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഇലായൊന്നും ചെയ്യാം ആ ഭാഗത്തേക്കില്ല. നമ്മൾ മുറിച്ചിട്ട് ഇനി നമ്മൾ കഴിഞ്ഞു. നമ്മൾ രണ്ടടി അടിച്ചിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആള് ആ നായ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി, അല്ലെങ്കിൽ അത് എവിടെയോ സാധാരണ മലിനമാക്കുന്ന സ്ഥലത്ത് അല്ലാത്ത സ്ഥലത്ത് മലിനമാക്കിയിട്ട് അതിന് നദവ് പഠിപ്പിച്ചതാണ്. അതിന് മനസ്സിലായി എന്തിനാ കിട്ടിയത്, പിന്നെ അതങ്ങനെ ചെയ്യൂല. പക്ഷെ നമ്മൾ അങ്ങനെ അടി കിട്ടിയിട്ട് അതിനോട് ചെറിയൊരു എതിർപ്പ് പ്രകടിപ്പിച്ചാലും ഒന്ന് തൊട്ടി വിളിച്ചാൽ അത് വരും, പിണങ്ങൂല. മുഅ്മിനായ മനുഷ്യനെ ചിലപ്പോ കൂട്ടുകാരൻ തന്നെ ചിലപ്പോ എതിർപ്പോണ്ട് ഞാൻ ചെയ്ത് ശരിയായില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, കുറച്ച് ഗൗരവത്തിൽ നമ്മളോട് സംസാരിച്ചു, അതിങ്ങനെ പതുക്കെ കേട്ടു. പിന്നെ അവനൊരു കുറ്റബോധം തോന്നി, ഞാൻ എന്താ അങ്ങനെ ആയിപ്പോയത് എന്ന് നമുക്ക് തിരിക്കണം. നീ എന്റെ കൂട്ടുകാരനായിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തത് നിന്നെ വേണ്ട, ഒഴിവാക്കാനല്ലാതെ. പിന്നെയോ നമ്മൾ നന്നാകാനാണ് ആ ഉപദേശം പറഞ്ഞത്. കുറച്ച് ഗൗരവത്തിലായി പോയി എന്നുള്ളതാണ്. അത് കൂട്ടുകാരന്റെ ഭാഗത്തു നിന്നല്ലേ, ക്ഷമിച്ചൂടെ. ബാപ്പ മകനെ ഉപദേശിച്ചു. നിസ്കാരത്തിന്റെ സമയം ആകുന്ന അവസ്ഥയിലെത്തിയപ്പോ മകനോട് കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, മോനെ ഞാൻ ജോലിക്ക് പോകാൻ എത്രയോ നേരത്തെ എണീറ്റ്, ജോലിക്ക് പോകുന്നതിന്റെ മുമ്പ് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു. നീ ചെറുപ്പക്കാരനാണ്, ഇപ്പൊ നീ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ. 2-3 ഉപദേശങ്ങൾ സ്ട്രോങ്ങിൽ കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാപ്പ വിളിച്ചു, മോനെന്ന് വിളിച്ചൊരു ആവശ്യം പറയാൻ വേണ്ടി. മോൻ അപ്പുറത്തുണ്ട്, ഉത്തരം ചെയ്യുന്നില്ല. രണ്ടാമതും വിളിച്ചു, മോനെ ഉത്തരമില്ല. പിന്നെയും വിളിച്ചു, 3-മത്തൊരു തവണ. അപ്പൊ മകന് തോന്നി, 3-മത്തെ ലാസ്റ്റ് ആയാൽ ഉത്തരം ചെയ്തില്ലെങ്കിൽ കാര്യം പോയില്ലേ. അപ്പൊ ഒന്ന് പതുക്കെ ഒന്നാന്ന് പറഞ്ഞു, എന്നാ അടുത്തേക്ക് വന്നു, അടുത്തേക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോഴും സ്ട്രോങ് വിട്ടിട്ടില്ല. നിങ്ങൾ എന്നോട് ഇത്രയും ചീത്ത പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കാര്യം ഏൽപ്പിക്കാൻ നിങ്ങൾ തന്നെ ചെയ്തോണ്ട്. അല്ല, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞത് നിന്നോടുള്ള വെറുപ്പുകൊണ്ടല്ല, നീ ഒരു പക്വതയുള്ള ആളായിട്ട് വന്നു. 10-25 വയസ്സായിട്ട് ഇപ്പോഴും സുബൈ ഇങ്ങനെ ലാസ്റ്റ് സമയത്തേക്ക് പിന്തിക്കുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടാവൂലേ, അതിന് ചീത്ത പറഞ്ഞു. വ്യക്തിപരമായിട്ട് ഞാനും നീയും തമ്മിൽ ഒരു വിഷമമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോ എനിക്കൊരു വിഷമം ഉണ്ടാകൂല. നീ ഒന്ന് നന്നാകാൻ ഉപദേശം കൊടുത്തു. സ്വീകരിക്കുമ്പോൾ വീണ്ടും ആ മകൻ നന്നാകുന്നു. തിരസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ അവനെ ഒഴിവാക്കരുത്, വീണ്ടും ഉപദേശിക്കണം. കാരണം നമുക്ക് ഒഴിവാക്കാനായിട്ടില്ല, ഒറ്റയടിക്ക് മാറ്റാനായിട്ടില്ല. പക്ഷേ നമുക്ക് തോന്നും രക്ഷിതാക്കൾ ഇനി ആവശ്യമില്ലാതെ, ജോലിയൊക്കെ നമ്മൾ പഠിച്ചല്ലോ, സ്വന്തം കാലിൽ നിൽക്കാനായല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ നായയിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഉറുമ്പിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈച്ചയിൽ പഠിക്കാനുണ്ട്. എല്ലാത്തിലും അല്ലാഹു ഹിക്മത്ത് വെച്ചിട്ടുണ്ട്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹുവിനെ അവകാശപ്പെട്ടതാണ് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും. സർവവും അല്ലാഹുവിനെ അവകാശപ്പെട്ടതാണ്. ഒന്നും നമുക്ക് അവകാശപ്പെട്ടത് ഇവിടെയില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക് അവകാശപ്പെട്ടത് വല്ലതുമുണ്ടെന്ന്? നമുക്ക് അവകാശപ്പെട്ടത് 2-3 വസ്തുക്കൾ മാത്രമാണ്. അതിലൊന്ന് 6 അടി മണ്ണാണ്, മറ്റൊന്ന് പുരുഷന്മാർക്ക് 3 തരം തുണി തരും, 3 ചുറ്റിപ്പുതകൾ, അല്പം പരുത്തിയും തരും. അതിൽ ചില സുഗന്ധ ലേപനങ്ങളൊക്കെ പുരട്ടിയിട്ടുണ്ടാകും. സ്ത്രീകൾക്കോ 3ന്റെ കൂടെ 2ഉം കൂടി കൂട്ടി 5 എണ്ണം തരും. എല്ലാവർക്കും ഒരു 6 അടി മണ്ണുണ്ട്. അത് അവനവന് അവകാശപ്പെട്ടതാണ്. അവിടെ നിന്നാണ് അവകാശത്തോടെ എഴുന്നേറ്റ് വരുന്നത്. അതും റബ്ബ് തആല നിശ്ചയിച്ചത് തന്നെയാണ്, അവകാശം പറയാനില്ല. താൽക്കാലിക അവകാശം ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ.
പക്ഷേ റബ്ബ് തആല അങ്ങനെയല്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശത്തിലും ഭൂമിയിലുള്ളത് സർവ്വതും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവന്റെ തീരുമാനം ഇവിടെ നടക്കുന്നത്. നമ്മുടെ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കാത്തത്. എന്തെല്ലാം സൃഷ്ടിക്കണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. എപ്പോൾ ഓരോന്നിനെയും ഇവിടെ അവസാനിപ്പിക്കണം റബ്ബിന്റെ തീരുമാനമാണ്. പുതിയ തലമുറ എപ്പോൾ കൊണ്ടുവരണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. പുതിയ കൃഷി എപ്പോൾ വിളവെടുക്കണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഏതെല്ലാം വിത്തിൽ നിന്ന് കൃഷി ഉൽപ്പാദിപ്പിക്കണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. എല്ലാം കടഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത് 100% നിബന്ധന പാലിച്ച് നമ്മൾ നട്ടുപിടിപ്പിച്ചാലും മുഴുവനും മുളച്ചു കൊള്ളണമെന്നില്ല. അവൻ തീരുമാനിച്ചതേ മുളക്കൂ. സ്ഥാനം നോക്കി വെള്ളമുണ്ടാകുമെന്ന് ഉറപ്പിച്ചു. നമ്മൾ നല്ല കിണർ കുഴിച്ചു. റബ്ബ് തആല നമ്മൾ കുഴിച്ച സ്ഥലം അല്പം മാറിയത് കൊണ്ട് തൊട്ടപ്പുറത്താണ് അല്ലാഹു വെള്ളം വെച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ കുഴിച്ചപ്പോഴാ പിന്നെ വെള്ളം കിട്ടിയത്. അപ്പൊ നമ്മുടെ തീരുമാനമല്ലല്ലോ നടക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മുടെ തീരുമാനമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്ക്, നമ്മുടെ പല്ലിനെ സൂക്ഷിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? പല്ല് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ? എത്ര പല്ല് പറിച്ചെടുത്തു പോയി? തീരുമാനം നടക്കുന്നത് അള്ളാഹുവിൻ്റെതാണ്. അതെ, പല്ലിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് പലരും നാട്ടില്. അവർ ചികിത്സ കൊണ്ട് എത്രയോ ആളുകൾക്ക് പല്ല് വേദന മാറിയിട്ടുണ്ട്. ഒരുപാട് പല്ലുകൾ ഉള്ള ഭാഗത്ത് കേടൊക്കെ മാറ്റി ഉറപ്പിച്ചു വെച്ചു പോയിട്ടുണ്ട്. അവർക്കാണെങ്കിലോ ഒറ്റ പല്ലുമില്ല. തീരുമാനം അല്ലാഹുവിൻ്റെതാണ്. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മക്കളില്ലാത്തവർക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർമാരുണ്ട്. നോക്കുമ്പോൾ അവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. അവർ ചികിത്സ കൊണ്ട് പലർക്കും മക്കൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ മുഴുവൻ വിവരങ്ങളും അറിയുന്ന ആളുകളുണ്ട്. പറഞ്ഞു കൊടുക്കുന്നതുണ്ട്, മരുന്ന് വരെ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് കൃഷി ചെയ്യാനുള്ള കഴിവില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശത്തിലും ഭൂമിയിലുള്ളതും സർവ്വതും അല്ലാഹുവിന്റെ അധികാരമാണ്, അവന്റെ ഉടമസ്ഥതയിലാണ്. റബ്ബിനോട് മത്സരിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പഠിപ്പിക്കാറുണ്ട്. ആകാശത്തിലും ഭൂമിയിലും റബ്ബ് തആല ആകാശത്തിലല്ല ഭൂമിയിലുമല്ല, ഉടമസ്ഥതയിൽ ഉള്ളതിൽ പിന്നെങ്ങനെ അല്ലാഹു തആല? അപ്പൊ റബ്ബ് ആകാശത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയണം, ഭൂമിയിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയണം. ഇത് രണ്ടും അള്ളാഹുവിന്റെ അധീനതയുള്ളതാണ്, ഉടമസ്ഥതയിലുള്ളതാണ്. അതെ, അല്ലാഹു തആലയുടെ സൃഷ്ടിജാലങ്ങൾ ധാരാളമുണ്ട്. വഹുവൽ അലിയുൽ അദീം. റബ്ബ് തആല അൽ അലിയു, അല്ലാഹു ഉന്നതനാണ്. അള്ളാഹുവിന്റെ പരമോന്നത പോലെ ആർക്കാണ് ഇവിടെ ഔന്നത്യമുള്ളത്? എല്ലാ നിലക്കും അല്ലാഹു തആല ഉന്നതനാണ്. റബ്ബ് തആലയെ ഇല്ലാതെ പറയാൻ കഴിയില്ല. ഉണ്ട് എന്നതിന്റെ തെളിവുകൾ എമ്പാടുമുണ്ട്. മുമ്പൊരാൾ പറഞ്ഞു അല്ലാഹു തആല ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു, അതെ, എന്നാ കാണിച്ചു തന്നാലേ വിശ്വസിക്കുള്ളൂ. അങ്ങനെ വലിയൊരു ഇമാമിനോട് പറഞ്ഞ അല്ലാഹു തആല ഉണ്ടെങ്കിൽ കാണിച്ചു തരണം, കാണിച്ചു തന്നാലേ വിശ്വസിക്കും. അതെ, ഉണ്ട് എന്നുള്ളത് ഉറപ്പായ പോരാ, അല്ല ഉണ്ട് എന്ന് പറഞ്ഞു ആണെന്ന്. അപ്പൊ ഒരു ചെറിയ കൊള്ളി എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒന്ന് ചൂടാക്കിയിട്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വെച്ചു. വേദനിക്കുന്നുണ്ട്, നിങ്ങളുടെ വേദന കാണുന്നില്ലല്ലോ. പിന്നെയും ചൂടാക്കി, വേദനിക്കുന്നുണ്ട്, ചൂടാക്കില്ല, വേദന ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പൊ ഉണ്ട് എന്ന് അയാൾ അനുഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട് വേദന ഇവിടെ. വേദന ആരും മുഴുവൻ കണ്ടോളണമെന്നില്ല. ഉള്ള വസ്തുക്കൾ എത്ര കാണാത്തതുണ്ട്. അല്ലാഹു മൗജൂദാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ വഹുവൽ അലിയുൽ അദീം. അല്ലാഹു തആല മഹാനാണ്. റബ്ബിന്റെ മഹത്വം അവന്റെ ശരീരത്തിന്റെ തടിയുടെ വലുപ്പം കൊണ്ടോ ബോഡിയുടെ ഹൈറ്റും വെയിറ്റും കൊണ്ടോ അല്ല. കാരണം ബോഡിയുടെ ഹൈറ്റും വെയിറ്റും വലുപ്പവുമാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്കും ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കും ആശ്രയിച്ചിരിക്കും. അങ്ങനെയല്ലല്ലോ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചത്. പിന്നെ അല്ലാഹു തആലയുടെ വലുപ്പം എന്താണ്?
റബ്ബ് തആല ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും ഇത്രയാണെന്ന് കറക്റ്റാക്കി പറയാൻ പറ്റുന്നതിലപ്പുറത്താണ്. ആരെ ബുദ്ധിക്കാണ് അല്ലാഹു തആലാനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നത്? റബ്ബിന്റെ സിഫത്ത് പോലെ ആർക്കെങ്കിലും സിഫത്തുണ്ടോ? ഒരാൾക്കുമില്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്തല്ലേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആർക്കാണ് ഇതുപോലെയുള്ള സിഫത്തുകൾ ഉള്ളത്? അല്ലാഹു തആല അഹദാണ്. അള്ളാഹുവിനാണല്ലോ ശരിക്ക് ഏകത്വമുള്ളത്. ഉസ്താദേ, ഞാനും ഏകനല്ലേ? അല്ല, ഒരിക്കലും ഞാൻ ഏകനല്ല. ഞാൻ ഒരാളായി മാറിയത് പലതിൽ നിന്നാണ്. എന്റെ വ്യക്തി എന്റെ ഒരു തടി എന്ന നിലക്ക് തന്നെ എനിക്കൊന്ന് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ആരും ഇവിടെ ഇല്ല. കാരണം എന്റെ ഈ ശരീരത്തിൽ ഒരു ജസദ്, ഒരു ബോഡി മാത്രം ഉണ്ടായാൽ കാര്യമില്ല, ആത്മാവും കൂടി വേണം. ആത്മാവും ബോഡിയും രണ്ടും കൂട്ടി നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഒന്നാവുക രണ്ടെണ്ണമാണ്. ഓരോ വസ്തുക്കളെയും എടുത്തുകൂട്ടി നോക്കൂ, അതിനനുസരിച്ച് പദാർത്ഥങ്ങൾ അതിൽ കൂടുതലുണ്ട്. അപ്പൊ എല്ലാം സംഘടിതമാണ്. വാഹിദ് എന്ന് പറയാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. അല്ലാഹുവിന്റെ അഹദിയത്തിന്റെ വിശദീകരണമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളല്ല എന്ന്. എന്നെ ആശ്രയിക്കുന്നവരും എനിക്ക് ആശ്രയിക്കേണ്ടവരും ഉണ്ട്. അല്ലാഹു അങ്ങനെയല്ല, അല്ലാഹു സമദാണ്. അവനിലേക്ക് എല്ലാവരും ആശ്രയിക്കുന്നുള്ളൂ, അവൻ മറ്റാരിലേക്കും ആശ്രയിക്കുന്നില്ല. അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സിഫത്താണ്. അതുപോലെ സിഫത്ത് പറയാൻ ഇവിടെ ആർക്കുമില്ല. അള്ളാഹുവിന്റെ ഇസ്മ പോലെ ഇസ്മ ആർക്കാണുള്ളത്? നോക്ക് നിങ്ങൾ, അല്ലാഹ് എത്ര വിശേഷമായ ഇസ്മാണ്. ആ ഒരു ഇസ്മും മൊഴിഞ്ഞാലുള്ള ഗുണം എത്ര വലുതാണ്. അതേ, മൊഴിയേണ്ട രൂപത്തിൽ അത് മൊഴിയാൻ അറിഞ്ഞാൽ എത്ര ഗുണമാണ്. ആ ഇസ്മ കൊണ്ട്, അല്ലാഹ് എന്ന ഇസ്മ കൊണ്ട് ലോകത്താർക്കെങ്കിലും പേര് വെക്കപ്പെട്ടിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ജലാലത്തിന്റെ ഇസ്മിന്റെ മഹത്വം പഠിപ്പിച്ചെടുത്ത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചു, വലം യുസമ്മ ബിഹി ഗൈറുഹു വലൗ തഅന്നുതൻ. മാത്സര്യ ബുദ്ധിയിലായിട്ട് പോലും അല്ലാഹ് എന്നത് ഉണ്ടാരും പേര് വെച്ചിട്ടില്ല. റഹ്മാൻ എന്ന പേര് പിന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ അല്ല, വെറും റഹ്മാൻ. യമാമയിൽ ഉണ്ടായിരുന്നു ഒരു കള്ളപ്രവാചകൻ. അവന്റെ ആളുകൾ വിളിച്ചിരുന്ന പേര് റഹ്മാനുൽ യമാമാണ്. റഹ്മാനുൽ യമാമ. അലി റളിയല്ലാഹു അൻഹു അതൊന്ന് പരിഷ്കരിച്ചു കൊടുത്തു. അതവർ ഓർമ്മയില്ലാതെ വിളിച്ചതായിരിക്കും. വിളിക്കേണ്ടത് ഇങ്ങനെയാണ്, ശൈത്താനുൽ യമാമ എന്ന് വിളിക്കും. കാരണം അവർ കദ്ദാബാണ്, കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളാണ്. നുബുവത്തിന്റെ വിഷയത്തിലാണ് ഏറ്റവും വലിയ കള്ളം പറയുന്നത്. അതുകൊണ്ട് അവൻ അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാഹു തആല ഏറ്റവും വലിയ ഉന്നതിയുള്ളവനാണ്. റബ്ബ് തആല എത്ര വലുപ്പമാണ്, റബ്ബ് എത്ര ബഹുമാനമാണ്. അല്ലദീ യസ്റു ഇൻദ ദിക്രിഹി. റബ്ബിനെ പറയുമ്പോൾ എല്ലാവരും ചെറുതാകുന്നു, എല്ലാ വിശേഷണങ്ങളും താഴെയായി പോകുന്നു. ആരെ വിശേഷണം എടുത്തോളൂ, എല്ലാം താഴെയാണ്. റബ്ബിന്റെ വിശേഷണം പറയുമ്പോൾ ഏറ്റവും വലുപ്പമുള്ളത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ടല്ലേ അവന്റെ തീരുമാനം, അവന്റെ ഇസ്സത്ത്, അവന്റെ സഹായം ഒക്കെ വേറിട്ടതാണ്. അതുപോലെ പരമോന്നതമായ സിഫത്തുകൾ ആർക്കുമില്ല. അടിമകളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളത് അംബിയാഇനാണ്. അതെ, അവരുടെ അനന്തരാവകാശികളായ ഉലമാഇനാണ്. ഒരു നബിക്ക് ഏറ്റവും വലിയ ബഹുമാനമുണ്ട്. ആ നബിന്റെ ഉമ്മത്തിലും അതുപോലെ മറ്റു ഉമ്മത്തുകളിലും ഉസ്താദിന് ബഹുമാനമുണ്ട്. അത് ശിഷ്യന്മാരിലാണ്. നിരുപാധികം ബഹുമാനമുള്ളവൻ അല്ലാഹുവാൻ. വഹുവൽ അലിയ്യുൽ അദീം. അല്ലാഹു വലിയ ബഹുമാനമുള്ളവനാണ്, പരമോന്നതനാണ്. തകാദുസ്സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന. ആകാശങ്ങൾ പൊട്ടിക്കീറാൻ അടുത്താകുന്നു. മിൻ ഫൗഖിഹിന്ന, അതിന്റെ ഉപരിഭാഗത്തിൽ നിന്ന് ആകാശങ്ങൾ പൊട്ടിക്കീറാൻ അടുത്താകുന്നു. പൊട്ടിക്കീറിയിട്ടില്ല. എന്റെ ആകാശം, ഓരോ ആകാശവും അതിന്റെ തൊട്ടടുത്തതിന്റെ മുകളിൽ. പൊട്ടിക്കീറാനുള്ള കാരണം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ഗുരുവായിത്തമാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാതെ മക്ക മുശ്രിക്കുകളെ പോലത്തെ മുശ്രിക്കുകൾ പറഞ്ഞത് ഇത്തഖദല്ലാഹു വലദാ. അത് ചെറിയൊരു കളവല്ല. അല്ലാഹു തആലാക്ക് മക്കളെ, സന്താനങ്ങളെ സ്ഥാപിക്കുക.
ഇപ്പോഴും ദൈവപുത്രൻ എന്ന് പറയുന്ന ആളുകൾ അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ പിന്തിരിയാനുള്ള ബുദ്ധി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പ്രവർത്തകന്മാർ എല്ലാവരും നല്ല സംഭാവനമാണ്. പാട്ടേറ്റ് പോകുമ്പോ പാട്ടിന് ഒച്ച കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിലെന്നെ പിടിക്കും. അള്ളാഹു ബാക്കി തരട്ടെ. നല്ല സ്വതക്ക് കൊടുക്കില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ല, അവരെ ഈ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും. പരിപാടി മാത്രമല്ല, അതിന്റെ പിന്നിലുള്ള പദ്ധതികളൊക്കെ വിജയിക്കും. യതഫത്തർന, ആകാശം റബ്ബിന്റെ ബഹുമാനം കൊണ്ട് അതിന്റെ മുകളിലുള്ളവരിലേക്ക് അത് പൊട്ടിക്കീറുന്നു. ഓരോ ആകാശവും മുകളിലേക്ക് പൊട്ടിക്കീറാൻ എടുത്താകുന്നു. താഴ്ഭാഗത്തേക്ക് ആകാശം പൊട്ടി വീണാൽ എത്ര വലുതാണ്. മുകളിൽ തന്നെ പൊട്ടി വീഴുമെങ്കിൽ അള്ളാഹുവിന്റെ വലിയൊരു കാവലാണ്. താഴ്ഭാഗത്തല്ലേ അള്ളാഹുവിന് എതിരായി വാദിക്കുന്ന ആളുകളുള്ളത്. വൽമലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. വൽമലായികതു, മലക്കുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. ഒരു തഫ്സീർ പ്രകാരം മലക്കുകൾ അത്ഭുതം കൂറുന്നു മുശ്രിക്കുകളുടെ ധൈര്യം കാരണം. അവരെങ്ങനെയാണ് അള്ളാഹുവിൽ ഇല്ലാത്തത് പറയുന്നത്? അതെ, അവര് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. റബ്ബിനെ പറ്റി എങ്ങനെയാണ് ഇല്ലാത്തത് പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സദാസമയത്തും ഹംദോടുകൂടെ തസ്ബീഹ് ചൊല്ലുന്നവരാണ് മലക്കുകൾ. റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ തീരുമാനം നടപ്പിലാക്കുന്നു. നിങ്ങൾ നോക്കി, ആ റബ്ബ് തആല വെച്ചൊരു സംവിധാനം. മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്ക് മലക്കുകൾ പൊറുക്കലിനെ തേടുന്നു. ഭൂമിയിലുള്ളവർക്ക് മലക്കുകൾ പൊറുക്കലിനെ തേടുക എന്ന് പറഞ്ഞാല് പാപങ്ങളിൽ നിന്ന് പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് വെക്കുമ്പോൾ അത് വിശ്വാസികൾക്കാണ്. അതല്ല മലക്കുകളുടെ തേട്ടം. ഭൂമിയിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹുവേ നീ ഭക്ഷണം കൊടുക്കണം, അവർക്ക് നീ വിശാലത കൊടുക്കണം, അവർക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ കൊടുക്കണം. കാരണം ഭൂമിയിൽ മുഅ്മിൻ മാത്രമല്ലല്ലോ ഉള്ളത്, പലരും ഉണ്ട്. മുഅ്മിനല്ലാത്തവരും ഭൂമിയിലുണ്ട്. ആ മനുഷ്യന്മാർക്കൊക്കെ അനുകൂലമായിട്ട് പ്രാർത്ഥിക്കുന്നു മലക്കുകൾ. പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർക്ക് ഏറ്റവും നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾ മലക്കുകളാണ്. അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർക്ക് എപ്പോഴും ചതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പിശാചുക്കളാണ്. മലക്കുകൾ എപ്പോഴും അനുകൂലാവസ്ഥയിൽ പ്രാർത്ഥനയും കാരുണ്യവും കാവലും സഹായവും ഇങ്ങനെയാണ് മലക്കുകൾ. അവരല്ലാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിനെ സ്വീകരിക്കുന്ന ആളുകളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഒറ്റയ്ക്ക്, നിങ്ങൾ കണ്ടില്ല ഒരുപാട് ചരിത്രങ്ങൾ കാണാം, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത എത്രയോ കച്ചവടക്കാർ, അവരെ കൂടെ ആരുമില്ല. അവർ അല്ലാഹു തആലാനെ ഒരു വിളി സഹായിക്കണം പറഞ്ഞു. അള്ളാഹു സഹായത്തിന് ഇറക്കി കൊടുക്കുന്നത് ആരെയാണ്? വാനലോകത്തുള്ള മലക്കളിൽപ്പെട്ടൊരു മലക്ക്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് കച്ചവടം ചെയ്ത് വരുന്ന ഒരാളെ ഒരു കള്ളൻ തടഞ്ഞു വെച്ചിട്ട് വസ്തുക്കളൊക്കെ എടുത്തപ്പോ ആ കള്ളനോട് പറഞ്ഞു, നിനക്ക് എന്റെ സമ്പത്തല്ലേ വേണ്ടതെന്ന്, എന്നെ വിട്ടേക്കണം. അത് പറ്റില്ല, കാരണം നീ പോകുന്ന മദീനയിലേക്കാണ്. എന്നെ പറ്റി നീ അവിടെ വിവരം പറഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്ക് പൊക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നിന്നെ ശരിയാണ്. എന്നാ കുറച്ചു നേരം എനിക്ക് താമസം തരണം, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും. 2 or 10 എത്ര ദിവസം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒറ്റ വിളി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം. 3ാമത്തെ തവണ ആ മനുഷ്യൻ 2 തവണ ഈ ദ്വാരക്കുന്ന ആള് ദ്വാരുന്നപ്പോഴൊക്കെ അദ്ദേഹം വാളെടുത്ത് കൊല്ലാൻ വേണ്ടി വരുമ്പോ ശബ്ദം കേൾക്കുന്നുണ്ട് പരിസരത്തുണ്ട്. അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടോ തിരിഞ്ഞു നോക്കും. 3ാമത് വാളത്തിന് റെഡിയാക്കി കൊല്ലണമെന്ന നിശ്ചയത്തോടെ വന്നപ്പോഴേ കുതിരപ്പുറത്തത ഒരാൾ വരുന്നു. വാളും പിടിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ ഒറ്റ തട്ട് തട്ടും പോയി മറിഞ്ഞു. എന്നിട്ട് ഈ നിസ്കരിച്ച ഈ കച്ചവടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ അള്ളാഹുവിനെ വിളിച്ച വിളി. ഫസ്റ്റ് നീ വിളിച്ചപ്പോൾ അള്ളാഹു തആല നീ നിസ്കരിക്കുമ്പോഴേക്ക് ഉത്തരവ്, പക്ഷെ ഞാൻ 7ാം ആകാശത്തിലായിരുന്നു. 2ാമത് നീ വിളിച്ചപ്പോഴേക്ക് ഞാൻ അവിടുന്ന് മുമ്പോട്ട് താഴെ. 3ാമത്തെ നിന്റെ വിളി കേട്ട് ഞാൻ 1ാം ആകാശത്തിൽ. അപ്പോഴൊക്കെ ഇവന് ചാൻസ് കൊടുത്തു, ശബ്ദം കൊടുത്തിട്ട് അവൻ മാറിക്കോട്ടെ, എനിക്ക് മാറിയില്ല.
നീ ഇതാ എന്റെ കയ്യിലുള്ള വാള് പിടിച്ച് നീ അവനെ കൊലപ്പെടുത്തിക്കും. നിന്നെ ആക്രമിക്കാൻ വേണ്ടി വന്ന അക്രമിയെ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കാരെയും കൊന്നു പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല. എന്നാൽ ഞാൻ തന്നെ ആയിക്കോളാമെന്ന് കരുതി നേരെ മുന്നോട്ട് പോയി അവന്റെ വക വരും. പിന്നെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ ആകാശത്തുള്ള ഒരു മലക്കാണ്. ആ മലക്ക് മറുപടി. നിങ്ങൾ നോക്കും, മലക്കുകൾ എപ്പോഴും അങ്ങനെയാണ്, അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുന്നവരാണ്. ഭൂമിയിലുള്ളവർക്ക് അപ്പോഴും അള്ളാഹുവിനോട് അവർ അപേക്ഷ നടത്തിക്കൊണ്ടിരിക്കും, സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. മലക്കുകൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അറിയണേ, ഏറ്റവും നന്നായി പുറത്തു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. റബ്ബ് തആലയെ പോലെ പൊറുക്കുന്നവൻ ആരുമില്ല. ഏറ്റവും വലിയ കാരുണ്യവാൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ മനസ്സ് തിരിക്കണം. നിരുപാധികം പൊറുക്കുന്നവനും നിരുപാധികം കാരുണ്യം ചെയ്യുന്നവനും അല്ലാഹുവാണ്. എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തേക്ക് നല്ല മനസ്സുമായി മടങ്ങിയാൽ അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂർ, പുറത്തു കൊടുക്കാൻ അല്ലാഹു റെഡിയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും റബ്ബ് തആല അവന്റെ മഗ്ഫിറത്തിന്റെ ബാബ് തുറന്നു വെച്ചിരിക്കുകയാണ്. ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. ആരാണോ മനസ്സ് തിരിച്ച് ഒരു പ്രാവശ്യമാണെങ്കിലും അവനവന്റെ ജീവിതത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നീ മാപ്പ് നൽകണേ അല്ലാ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് പറയുന്നത് അല്ലാഹു തആല അവന്റെ വാക്ക് സ്വീകരിക്കും, അവന് പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. റബ്ബ് തആല പൊറുക്കുന്നവനാണ്. എത്ര വലിയ ദോഷികൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. 20 കൊല്ലം ദോഷം ചെയ്തൊരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ചിന്തിക്കുന്നു. 20 കൊല്ലം ദോഷം ചെയ്തിട്ടുണ്ട്. അവൻ അല്ലാഹുവിനോട് പറയുന്നു, റബ്ബേ, ദോഷത്തിൽ നിന്ന് അവൻ മടങ്ങാനുള്ള കാരണം കണ്ണാടി നോക്കുന്ന സമയത്ത് തന്റെ താടിയിലതാ രോമം വെളുത്തിരിക്കുന്നു. റബ്ബിലേക്ക് മുന്നിട്ടിട്ട് പറഞ്ഞു, അല്ലാഹുവേ, അത്തഅതുക 20 സന, 20 കൊല്ലം നിന്നെ ഞാൻ അനുസരിച്ചു, 20 കൊല്ലം നിനക്ക് ഞാൻ എതിര് ചെയ്തു. ഞാൻ നിന്നിലേക്ക് മടങ്ങിയാൽ നീ എന്നെ സ്വീകരിക്കുമോ? മടങ്ങാൻ എനിക്ക് സമയമായിട്ടുണ്ട്. ഇനി എനിക്ക് വിശ്രമമില്ല. കാരണം എനിക്ക് തന്നെ നീ സിഗ്നൽ തന്നുപോയി. അതുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, ഞാൻ മടങ്ങിയാൽ നീ സ്വീകരിക്കുമോ? 20 കൊല്ലം ദോഷം ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ അങ്ങനെ ചോദിക്കുമ്പോ വീടിന്റെ ഒരു മൂലയിൽ നിന്നൊരു അശരീരി കേട്ടു. വ്യക്തിയെ കാണുന്നില്ല. നീ നമ്മെ ഉപേക്ഷിച്ചാൽ നിന്നെ നാം ഉപേക്ഷിക്കും. നീ നമ്മിലേക്ക് വരുന്നോ, നാം നിന്നെ സ്വീകരിക്കും. നീ തെറ്റ് ചെയ്യുന്നോ, നിനക്ക് താമസം തരും. വീണ്ടും തെറ്റ് ചെയ്യാനല്ല, മടങ്ങി റഹീം. നിശ്ചയം അല്ലാഹു തആല പൊറുക്കുന്നവനാണ്. അല്ലാഹു തആല കാരുണ്യം ചെയ്യുന്നവനാണ്. റബ്ബ് തആല പൊറുക്കാത്ത ദോഷം, അങ്ങനെ പറയാൻ പറ്റുന്ന ദോഷങ്ങളുണ്ട്. അവിടെയും അല്ലാഹു തആല പറയുന്നുണ്ട്, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് വെക്കുന്നത് അല്ലാഹു പൊറുക്കൂല, അല്ലാത്തതൊക്കെ അല്ലാഹു പൊറുത്തു കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അതേ, അല്ലാഹുവിലേക്ക് മുന്നിടുന്നവർക്ക്, പാപം പൊറുക്കാനുള്ള സുകൃതങ്ങൾ ചെയ്യുന്നവർക്ക് തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നതിന്റെ പേരിൽ, പക്ഷേ വലിയ നന്മകൾ അറിയുന്നതും അറിയാത്തതും അല്ലാഹു സ്വീകരിക്കും. ഏതെങ്കിലും ഒന്ന് മുൻതൂക്ക് നിന്നിട്ട് അല്ലാഹു പുറത്തു കൊടുത്തത് എത്രയുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യങ്ങൾ ചെയ്യണം. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ, മറ്റു സഹായികളെ സ്വീകരിക്കുന്ന തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി, അവരുടെ ഡ്യൂട്ടിയാ തങ്ങൾക്കുള്ളത്. അല്ലാഹു അവരെ നോക്കുന്നുണ്ട്, അവരെ നിലയില്ല. ആ ഒരു വിശ്വാസം അല്ലാഹുവിനെ കുറിച്ച് നമുക്കുണ്ടാകണം. അല്ലാഹു ഹഫീദുൻ അലൈഹി, പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു അവരെ ശരിക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. റബ്ബ് തആല അവരെ കാണുന്നില്ല എന്ന് ചിന്തിക്കരുത്. കുറ്റകൃത്യങ്ങൾ ചെയ്യും. മുശ്രിക്കുകളായ ആളുകൾ തന്നെ ഒരുപാട് ദുൽമുകൾ ചെയ്യും.
അള്ളാഹുവിനൊന്നും കാണുന്നില്ലേ എന്ന് ചിന്തിക്കരുത്. അള്ളാഹു ഹഫീദുൻ അലൈഹിം, അള്ളാഹു അവരെ ശരിക്ക് നോക്കുന്നുണ്ട്. വമാ അൻത അലൈഹിം ബിവകീൽ, തങ്ങൾ അവരെ മേൽ വക്കീലല്ല, ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളല്ല. വഇന്നമിന്റെ ഡ്യൂട്ടി മുന്നറിയിപ്പ് നൽകൽ മാത്രമാണ്. ഇനി അല്ലാഹു തആല ഒരാളിലൂടെ പ്രാർത്ഥനയിലൂടെ ഫലം കൊടുക്കണം. അതയാളെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു സാധ്യമാക്കും. ഏതും അങ്ങനെയല്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കണം. അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളണം. അള്ളാഹുവിനെ കുറിച്ച് നാം അറിയണം, നന്നായി പഠിക്കണം. ഒരൊറ്റ സംഭവം കൂടി വർക്കത്തിന് പറഞ്ഞാൽ, ആ സഹീൽ ബിൻ അബ്ദുല്ലാഹി എന്ന മഹാനെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കാൻ പറഞ്ഞാൽ പോരെ. അദ്ദേഹം ദ്വാരക്കുമ്പോഴേക്ക് രോഗം മാറിപ്പോകും. അല്ലാഹു തആല യസ്തജീബു ലഹു, അദ്ദേഹത്തിന് ഉത്തരം ചെയ്യും. ഒരുപാട് അനുഭവങ്ങൾ. രാജാവ് വരാൻ ആവശ്യപ്പെട്ട് വന്നു. രാജാവ് പറഞ്ഞു, എനിക്ക് വേണ്ടി നിന്നോട് ഒറ്റ ദുആ, അല്ലാഹുമ്മ കമാ അറൈതഹു ദുല്ലൽ മാസിയ ഫഅരിഹി ഇസ്സത്വആ വഫർജിജ് അൻഹു. അല്ലാഹുവേ, ആ മനുഷ്യന് ദോഷം ചെയ്തതിന്റെ അപമാനം നീ കാണിച്ചു കൊടുത്തതുപോലെ. എന്താണ് ദോഷം? നിരപരാധികൾ അറസ്റ്റ് ചെയ്തു എന്നതൊരു ദോഷമാണ്. അതിന്റെ അപമാനമാണല്ലോ ഇപ്പൊ സഹിക്കാൻ കഴിയാതെ പിടിച്ചുവിട്ടത്. അത് നീ കാണിച്ചതുപോലെ ആരാധനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം നീ ഒന്ന് കാണിച്ചു കൊടുക്കണം, രോഗം മാറ്റി കൊടുക്കണം. ഉടനെ തന്നെ രോഗം ശിഫയായി. ഒരൊറ്റ ദ്വാരമുള്ള രോഗം മാറി. ആ രാജാവ് സഹീൽ റളിയല്ലാഹു അൻഹുവിന് വലിയ സമ്പത്തുമായി വന്നു. എന്നിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച് സാധുക്കൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന മരുഭൂമിയിലെ കല്ലുകളിലേക്കൊന്ന് നോക്കൂ. സഹീൽ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഇശാറത്താക്കിയ കല്ലുകളിലേക്ക് രാജാവ് നോക്കുമ്പോ അതൊക്കെ രത്നക്കല്ലുകളായി മിന്നിത്തിളങ്ങുന്നു. ഈ രൂപത്തിൽ തരാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ എന്തിനെ ആശ്രയിക്കാനാ? നിങ്ങളുടെ പണം എനിക്കെന്തിനാണ്? നൽകുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവനും അല്ലാഹുവാണ്. അതേ, അല്ലാഹു തആലയാണ് ആരെയും നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് നബിയെ തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. നിർവഹിക്കുന്നതും നിർവഹിക്കാതിരിക്കുന്നതും അവരവരുടെ ചുമതല പോലെ ഇരിക്കട്ടെ. അപ്പൊ അല്ലാഹു തആലയെ മനസ്സിലാക്കി. റബ്ബ് തആല പൊറുക്കുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്, വലിയ അധികാരിയാണ്. അവന്റെ അധികാരത്തിൽ തിരുത്താൻ നമുക്ക് അവകാശമില്ല. നമ്മളത് അംഗീകരിക്കുകയും അവരിലേക്ക് മനസ്സ് തിരിക്കുകയും പാപമോചനത്തിന് വേണ്ടി തേടുകയും ചെയ്യണം. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ.